ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മസിൽ ടെക്കിൻ്റെ 3 വേരിയൻസ് പ്രോട്ടീനാണ്. വേ ഗോൾഡ് ഫസ്റ്റ് വരുമ്പോൾ വേ ഗോൾഡ്, ദെൻ വരുമ്പോൾ വേ പ്രോട്ടീൻ, അത് കഴിഞ്ഞിട്ട് നൈട്രോടെക് റിപ്ഡ്. അപ്പോൾ ഈ 3 ബോട്ടിലേക്ക് ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഫസ്റ്റിൽ വേ ഗോൾഡ് എന്ന് ഇരിക്കുന്നത്. അപ്പോൾ വേ ഗോൾഡ് എന്ന് പറയുമ്പോൾ ശരിക്കും വേ പ്രോട്ടീൻ ബ്ലെൻഡാണ് വരുന്നത്. ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അവിടെ വേ പ്രോട്ടീൻ ബ്ലെൻഡാണ്, വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, വേ പ്രോട്ടീൻ ഐസൊലേറ്റ്. അപ്പോൾ അതിൽ പെർ സെറിങ്സ് വരുമ്പോഴത്തേക്കും ഏകദേശം 24 ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത്. 59 സെറിങ്സ്, ഒരു സ്കൂപ്പ് 31 ഏകദേശം വേ ഗോൾഡിൻ്റെ കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സെക്കൻഡ് സീരീസ്? നൈട്രോടെക് എന്ന് പറയും. നൈട്രോടെക് വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ വരുമ്പോൾ വിത്ത് ക്രിയാറ്റിനാണ്. 30 ഗ്രാം പ്രോട്ടീൻ കാണിക്കുന്നത്, 3 ഗ്രാം ക്രിയാറ്റിൻ, 6.6 ഗ്രാം BCAA. ഇത് സെർവിങ് സൈസ് വന്നിട്ട് 39 സെർവിങ്സാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നേരത്തെ ശ്രദ്ധിച്ച് കാണാം, നേരത്തെ നമ്മളെടുത്ത വേ പ്രോട്ടീനൊക്കെ വരുമ്പോഴത്തേക്കും 59 സെർവിങ്സാണ് വരുന്നത്, വരുമ്പോഴത്തേക്കും 39 സെർവിങ്സ് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് പെർ സെർവിങ്സിന് 30 ഗ്രാം കിട്ടും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷനായിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ സെർവിങ് സൈസ് കൂടുതലായിരിക്കും. തേർഡ് കാറ്റഗറി വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് നൈട്രോടെക് റിപ്ഡ്. എന്താണ് തേർഡ് കാറ്റഗറി? റിപ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും 30 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 500 മില്ലിഗ്രാം എൽ കാർണിറ്റൈനും എൽ ടാർട്രേറ്റും, 200 മില്ലിഗ്രാം ഒരു എക്സ്ട്രാക്റ്റ്, ഇത് രണ്ടുകൂടെ വരുന്നുണ്ട്. ഫിനോഫ എക്സ്ട്രാക്റ്റ് എന്നൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെർവിങ് സൈസ് നോക്കി അറിയാൻ പറ്റും. എഗെയിൻ 43 സെർവിങ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. 30 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. പ്രൈസ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഇതിൻ്റെ MRP വരുന്നത് 5,799 ആണ്. 8,799 ആണ്. പക്ഷേ ആക്ച്വൽ പ്രൈസ് വരുമ്പോൾ ഒരു 5,600 ആ റേഞ്ച് വരും. വേ പ്രോട്ടീൻ ആകുമ്പോഴത്തേക്കും പ്രൈസ് വരുന്നത് 7,999. ആഫ്റ്റർ ഡിസ്കൗണ്ട് 5,600 ആ റേഞ്ച് വരും. പിന്നെ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ് വേ പ്രോട്ടീനാണ്. അതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം 8,499, അത് 5,000 ആ റേഞ്ച്, 5,800 ആ റേഞ്ച് വരും. അപ്പോൾ ഇതിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. 59 സെറിങ്സ്, ഒരു സ്കൂപ്പിൽ 24 ഗ്രാം പ്രോട്ടീൻ. ഇത് വരുമ്പോഴത്തേക്ക് 39 സെറിങ്സ്, 30 ഗ്രാം പ്രോട്ടീൻ, 43 സെറിങ്സ്.